ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട് മരണമുണ്ടായല്ലോ. ആ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേർ മരിച്ചത് ശ്വാസം മുട്ടിയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ചവർക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, വല്ലാതെ വേദന തോന്നിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്നു, അത് വല്ലാതെ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. സ്മിത, തീർച്ചയായും ഏറെ വേദനയുണ്ടാക്കുന്നതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയുണ്ടായ അപകടം എന്നുള്ളത്. ഈ അപകടത്തിൽ 18 പേരാണ് മരിച്ചത്. ഇതിൽ 15 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് LNJP ആശുപത്രിയിൽ നടത്തിയത്. അതിൽ 5 പേരുടെ പോസ്റ്റ്മോർട്ടം വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ മരണകാരണം അത് ശ്വാസം മുട്ടിയതാണ് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 5 പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം ഇവർക്ക് മൃതദേഹങ്ങൾ പരിശോധന നടത്തുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ അപകടം അല്ലെങ്കിൽ ഇത്തരത്തിൽ തിക്കും തിരക്കും അപകടത്തിനിടയാക്കിയത് റെയിൽവേ സ്റ്റേഷൻ അകത്ത് 2 പ്ലാറ്റ്ഫോമുകളിലാണ്. 16 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും കോണി ഇറങ്ങുന്ന വഴിയിലും സമാനമായി തന്നെ 15, 14 നമ്പർ പ്ലാറ്റ്ഫോമുകളുടെ കോണി ഇറങ്ങുന്ന സ്ഥലത്തുമായാണ് അപകടം ഉണ്ടായത്. ഈ കോണിയിൽ വിശ്രമിച്ചിരുന്ന ആളുകൾ മണിക്കൂറുകളോളം ട്രെയിനിനായി കാത്തുനിന്ന് വിശ്രമിച്ചിരുന്ന ആളുകളുടെ മുകളിലേക്ക് തിരക്ക് വന്ന് മറ്റുള്ളവർ വന്ന് വീഴുകയും ഇവർ നിലത്ത് വീണവരെ ചവിട്ടി അരയ്ക്കപ്പെടുകയായിരുന്നു എന്നുമാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത്. സമാനമായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ. സ്മിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.